Me and my mother here, okay? Now I will open the door. Now the time is 7:26. CPM Gunda Subramanian, you have yesterday have seen how this criminal is actually trying to snatch his wife's Salpagavalli's elder sister's property and her son. This Salpagavalli's elder sister's name is Sarla, and her son yesterday came, and this bastard was trying to hit that person. His name is Kumar Das, and now this bastard is having case with that Sarla at Kollam somewhere, actually, that those people are residing at Kollam. So the case is there at Kollam Municipal Court. So what I'm saying is, actually, this bastard used to tried to snatch even the property which my mother bought in 1993. The same thing happened. This bastard used to do all the things, actually, like how yesterday I have recorded and uploaded how this bastard is trying to attack that person, Kumar Das. Actually, his mother's share, that is 18 cents of land, and this bastard was trying to attack that person, actually. This is how these criminals are doing all these things. And now tomorrow or day after, I think this bastard's cross will be conducted. Trial is going on, and so those people came with this Kumar Das came with his advocate to see the property, like how to, like we have to, the advocate should see, so that he can ask the questions of whose property here and there, the boundaries, all the boundaries, this and that. So we were me and my mother properly gave the details whose properties lies to the boundaries of their property, actually. So what happened is, ഇവനിങ്ങനെ നടക്കുകയാണ്. ഇതാണ് സത്യം. നിങ്ങൾ കണ്ടില്ലേ, ഇവന് എന്തുവാ ബാക്കി 8 ആളുകളുടെയും പ്രോപ്പർട്ടി പിടിച്ചു പറിക്കാനായിട്ട് വന്നു കയറിയതാണ്. എൻ്റെ അമ്മയ്ക്ക് 10 സെൻറ്റ് സ്ഥലം സരസ്വതി എന്ന് പറയുന്നവരാണ് കൊടുത്ത ആ ഒരു ആൻറ്റിയാണ്. എന്നിട്ട് അവരോട് ഭയങ്കര ഞങ്ങളിട്ട് 85 കല്ല് തല്ലി പൊട്ടിക്കുക. അന്ന് ഈ സോമരാജനും ഈ മോഹൻ സിംഗ് എന്ന് പറയുന്നവനും വീരേന്ദ്ര സിംഗും എല്ലാം കൂടി 85 കല്ല് പൊട്ടിച്ച് കുളത്തി കളഞ്ഞത് ഞങ്ങൾ ബൗണ്ടറിക്ക് ഇട്ടത്. പിന്നെയാണ് ഞങ്ങൾ 2002 കഴിഞ്ഞിട്ടാണ് ഇപ്പോഴുള്ള കല്ലുകൾ, നിലവിലുള്ള കല്ലുകൾ ഞങ്ങൾ ഇട്ടിരിക്കുന്നത്. അങ്ങനെ ഇവനെ കൊണ്ട് നമ്മളെ ഇറക്കിക്കത്ത് പോലും ഇല്ലായിരുന്നു അങ്ങോട്ട് കല്ല് പെറുക്കി എറിയുക. 2019 20 സമയത്തും ഇവൻ എന്നെ കല്ലെറിയുമായിരുന്നു ഞാനിവിടെ ഒറ്റയ്ക്ക് താമസിക്കുമ്പം. ഇങ്ങനെ നിരന്തരം ഇവൻ ഭയങ്കര ശല്യക്കാരനാണ്. ഇവൻ ഭയങ്കര ഗൂണ്ടയാണ്. CPM ഗൂണ്ടകൾ ഇവനെ CPM ഇങ്ങനെ വളർത്തി വെച്ചിരിക്കുക ഇവനെ ഗൂണ്ടയായിട്ട്. ഇവനെ നടുവൊടിച്ച് ആരെങ്കിലും ഇടേണ്ട സമയം എന്നേ കഴിഞ്ഞു. ഇവൻ ഭയങ്കര ചീത്തയെ വിളിക്കത്തുള്ളൂ. ഇന്നലെയും കാട്ടല്ലോ, ഇവന് നിഘണ്ടുവിലില്ലാത്ത ചീത്തകളെ ഇവൻ ഉപയോഗിക്കത്തുള്ളൂ, അല്ലാതെ ഇവൻ്റെ വായിൽ നിന്ന് വേറൊന്നും വരത്തില്ല. പിന്നെ ആ പയ്യൻ എന്തോ ലേറ്റ് മാരേജോ ഓക്കെ, നീ എന്തിനാടാ, നീ 50ാമത്തെ വയസ്സിൽ കല്യാണം, ഇവനെ ആരാ നീ അതൊക്കെ ചോദിക്കണം? അവൻ 50ാമത്തെയോ 60ാമത്തെയോ ഒക്കെ വയസ്സിൽ കല്യാണം കഴിച്ചു. ഇവനിങ്ങനെ അങ്ങ് നടക്കുക, എല്ലാവരെയും വയസ്സും തിരക്കി. എൻ്റെ വയസ്സറിയണം, അവന് മുക്കുമിൻ്റെ വയസ്സറിയണം, ഇങ്ങനെ അങ്ങ് നടക്കുക. ഇവന് വയസ്സറിയണം. ഇവന് ഭയങ്കര രോഗമാണ്. ഭയങ്കര രോഗം എന്ന് പറഞ്ഞാൽ ഇവന് ഇല്ലാത്ത രോഗങ്ങളൊന്നുമില്ല. അങ്ങനെ അങ്ങ് നടക്കുക ഇവൻ. അപ്പം നമ്മൾ ഇതെല്ലാം ഇന്നലെ റെക്കോർഡ് ചെയ്ത് ഇവൻ്റെ രോഗങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ പയ്യനും ഇന്നലെ ചോദിക്കുന്നു, നിൻ്റെ മോനെന്തിയടാ? അത് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ആ പയ്യനും ചോദിക്കുന്നുണ്ട്, എന്തിയടാ നിൻ്റെ മോനെന്ന്. എൻ്റെ മോൻ അവൻ്റെ കൂടെ ഉണ്ടെന്ന്. അവൻ്റെ കൂടെ ഒന്നുമില്ല, അവൻ എവിടെയോ കൊണ്ട് കളഞ്ഞിരിക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ, മോൻ്റെ ജോലിയൊക്കെ ഇതാക്കി സുകുമാരക്കുറുപ്പിൻ്റെ കൂട്ട്, സുകുമാരക്കുറുപ്പ് ഒന്നുമില്ലെങ്കിൽ വേറൊരുത്തനെ കൊന്നിട്ടാണ് കാശ് തട്ടാൻ നോക്കി. ഇവൻ്റെ മോനെ തന്നെ റെഡിയാക്കി കാശ് തട്ടി. അതിനാണ് അവളെ പള്ളിപ്പാട്ടുകാരിയെ റെഡിയാക്കി കൊണ്ടുവന്ന് ഓൺലൈൻ വഴിയാണ് അവനെ ഇതാക്കുന്നത്. ഓൺലൈൻ വഴി ഇതുപോലെ
ട്രാപ്പ് ചെയ്യിക്കുമായിരുന്നു ഇവൻ്റെ മോനെ, ഹണി ട്രാപ്പ് അവളെ കൊണ്ട് ചെയ്യിപ്പിച്ച്. ഇപ്പോൾ അവളിവിടെ ഒന്നും ഇല്ല. ഇവള് എന്തോ ആക്സിഡൻറ്റ് കഴിഞ്ഞ് ഈ വലിയ എമൗണ്ടുമായിട്ട് അവൾ പോയിട്ടുണ്ട്. ജോബ് ലോസ്റ്റ് ഇൻഷുറൻസ്, നമ്മുടെ ഗൾഫിലെ ഇൻഷുറൻസ് ഒക്കെ വാങ്ങിച്ച്, ഇവൻ ഗൾഫിൽ ഖത്തറിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടുത്തെ ഇൻഷുറൻസ് ഒക്കെ വാങ്ങിച്ച് ഇവൾ പോയി. പിന്നെ ഇവനിപ്പം നാട്ടിലുള്ള 45 ലക്ഷമായിട്ട് ഇങ്ങനെ നാഴിക്ക് 40 വട്ടം ഇങ്ങനെ നടപ്പാ ജോലി. നാഴിക്ക് 40 വട്ടം ഇവിടെ ഒരു മേഫെയർ ബാറുണ്ട്, അവിടോട്ട് പോക്കാ ജോലി ഇവന്. എന്നിട്ട് നമ്മളാണ് എന്താ മേഫെയറിൽ നടക്കുന്നതെന്നൊക്കെ പറയും. നമുക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെയൊക്കെയാണ് കഥകൾ. ഇവിടെ മേഫെയറിൽ ഒരു പെണ്ണുങ്ങളും കയറുന്നില്ല. നമ്മളെ അങ്ങ് വീർപ്പിക്കുക, ഭയങ്കര രോഗങ്ങളാണ്. അങ്ങ് തുടങ്ങി രാവിലെ അടിച്ച് വീർപ്പിക്കാൻ പല രോഗങ്ങളാണ്. ഇങ്ങനെ ബ്ലോട്ടിങ് ഗ്യാസ് അടിച്ച് വീർപ്പിക്കാൻ, നമ്മളൊന്നും തിന്നില്ലേലും അങ്ങ് ബ്ലോട്ടിങ് ഗ്യാസ് അടിച്ചങ്ങ് വീർപ്പിക്കും. ഇതാണ് നമ്മുടെ ഇത്. ബ്ലോട്ടിങ് ഗ്യാസ് അടിച്ച് വീർപ്പിച്ചുകൊണ്ടിരിക്കില്ല ജോലി, ആൾമാറാട്ടം, അങ്ങനെ പല ഇതാണ് ഇവന്മാർക്ക്. ഇത് ഇട്ടിരിക്കുന്നത് തന്നെ ഇങ്ങനെ പല രീതിയിലുള്ള കള്ളത്തരങ്ങൾ കാണിക്കാൻ. ഇത് കണ്ടില്ലേ, എന്നുവെച്ചാൽ ഇവൻ്റെയൊക്കെ ഇത് താമസിക്കുന്നിടത്ത് എന്തോ അപ്പുറത്ത് ഉള്ള ഇതൊന്നും നമ്മളറിയാതിരിക്കുക. അവിടെ പല കാറുകൾ വന്ന് കിടക്കുക, അങ്ങനെ പല വേലകളാണ്. ഇന്നലെ 2 കാറുണ്ടായിരുന്നു, അറിയാമെന്നും അറിയത്തില്ല. അപ്പം ഇങ്ങനെയാണ്. അപ്പം ഇതാണ്, ഇവിടെ ഒന്നും ഒരു കാറും ഇല്ല. നമ്മുടെ വീട്ടിൻ്റെ മുന്നിലെങ്ങും ഒരു കാറും ഒന്നുമില്ല. അപ്പോൾ ഇതാണ് SNDPയുടെ, നിങ്ങൾക്കെല്ലാം അറിയാം SNDPയുടെ ടവറ്. ഇവിടെ ഒന്നുമില്ല. ഇപ്പം ഇതാണ്, നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടല്ലോ. അപ്പം ഇങ്ങനെ ഇവിടെ വേറൊരു പ്രോപ്പർട്ടി ഇങ്ങനെ കാണത്തില്ല. അതുപോലെയാണ് എന്തുവാ എന്നെക്കുറിച്ചുള്ള കഥകളുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവന്മാരിങ്ങനെ പൊക്കി കെട്ടി വെച്ചിരിക്കുന്നത്. നമ്മൾ റെക്കോർഡ് ചെയ്യും. എനിക്കറിയാം ഇവന്മാർ പലരും വന്നിരിക്കുക. എൻ്റെ വീട്ടിലിങ്ങനെ എപ്പോഴും പലരും വന്നിരിക്കാൻ. അവൻ്റെ വീട്ടിൽ 1000 പേര് വന്നാലും കുഴപ്പമില്ല. പക്ഷേ എന്നെക്കുറിച്ച് കഥയുണ്ടാക്കിയാൽ അത് കുഴപ്പമാണ്. അത് നിങ്ങളായാലും പറയും. നിങ്ങളെക്കുറിച്ച് വല്ലവരും നിങ്ങളാണെന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിൽ നിന്ന് അഭിനയിച്ചാൽ നിങ്ങൾ ആരെങ്കിലും സമ്മതിക്കുമോ? അതുപോലെ ഞാനും ഇത് ഇതേയല്ല. ഇതാണ് എൻ്റെ വീട്. ഇവിടെ ഒന്നും ഒരാളും ഇല്ല. ദീപായസ് പണിക്കറാണ് ഞാൻ, വേറൊരാൾ. ഇവിടെ ഒരു ആണുങ്ങളും ഇല്ല. ഓക്കെ, ഇവിടെ ഒന്നും ഒരു കാറും കിടപ്പില്ല, ഒന്നുമില്ല. നമ്മുടെ വീട്ടിലെ ആ കാറും ഒന്നും കൊണ്ടുവരാനൊന്നും ആരുമില്ല. ഇവിടെ എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ, ഞാനും എൻ്റെ അമ്മയുമാണ്.